ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ചെമ്മീൻ കറി കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം നമുക്ക് കുടംപുളി ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കുക. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് നാളികേരം എടുക്കുക കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുറച്ച് കുറവ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. നോർമൽ ചില്ലി പൗഡർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്കും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ പൊടികളിടാൻ താല്പര്യം ഇല്ലെങ്കിൽ മൊത്തത്തിലുള്ള മല്ലിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി ഉണ്ടാവില്ലേ, ചില്ലി ചേർത്ത് കൊടുക്കാം. ചുവന്ന മുളകില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി എടുക്കുക കേട്ടോ. ചെറിയുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഈ കറിക്ക്. ഇനി അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് സ്വട്ടായിട്ട് വരണം കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും ഒരേപോലത്തെ ചെമ്മീൻ കറി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ചെറിയൊരു മാറ്റായിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 3 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുടംപുളിൻ്റെ, ആ വെള്ളത്തോട്ട് കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നാളികേരം പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ട, നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണേ. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഗ്രേവി വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് വരണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മുളക് പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കണ്ട, പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കണം. മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കറി നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. കണ്ട 2 മിനിറ്റ് ശേഷം
നമ്മൾ ചെമ്മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുളിക്കുറവുണ്ടെങ്കിൽ ഒരു കുടംപുളി കൂടി ചേർത്ത് കൊടുത്താൽ മതിട്ടാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമല്ലേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ തോന്നും. കണ്ട നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. നമ്മൾ ഗ്രേവി കുറച്ച് ഭയങ്കര തിക്കാവാൻ പാടില്ല, കുറച്ച് തിക്കാവണം കേട്ടോ. ഇത് ചെറുതായിട്ട് തിക്കായിട്ട് വരുമ്പോൾ അത് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. കണ്ട സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലത്തെ നല്ല ടേസ്റ്റിൻ്റെ. ഇനി ഒരു 10 മിനിറ്റ് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയ ശേഷം മൂടി വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ശേഷം നമുക്കിത് സെർവ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഈസി പീസി റെസിപ്പി കേട്ടോ. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.